എടാ പാമ്പ് കടിച്ച എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. സോൾട്ടോ അല്ലെങ്കിൽ അത്രയും അബ്യൂസീവ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒന്നും വന്നിട്ടില്ല. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഉറപ്പായിട്ട് ഇതൊക്കെ കേൾക്കുമ്പം അത്ര ഷോക്കിങ്ങും അല്ല, എന്നാൽ ഷോക്കിംഗ് ആയിട്ടുള്ളതും ഉണ്ട്. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ. പക്ഷെ ബേസിക് ലെവലില് ഈ പറയുന്ന ഈ സെക്ഷലി ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത ആൾക്കാർ എന്ന് പറയുമ്പോൾ അതിൽ പെടുന്ന ഞാൻ ബേസിക് ലെവലിൽ അനുഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ അഡ്ജസ്റ്റ്മെന്റിന് റെഡിയാണോ? കിട്ടിയാലും ഉപകാരമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്. ഞാൻ പേശണ കൊഞ്ചം കേള്. ഈ ടെൻഷന്റെ ഇടയിൽ ചില റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? ഏത് അല്ലെങ്കിൽ റെസ്പെക്ട് ഇല്ലായ്മ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. അപ്പം അതുപോലെ തന്നെ പേയ്മെന്റിന്റെ കാര്യം, അതിനൊരു ക്ലാരിറ്റി ഇല്ലായ്മ. ബഹുമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എനിക്ക് ഓർമ്മയുള്ളത് ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എന്നെ കുറിച്ച് ഗോസിപ്പ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. ചെറ്റത്രം പറയാടോ, അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. തുടക്കകാലങ്ങളിൽ ഇപ്പൊ നമ്മളെ ഏൽക്കുന്നില്ല ഗോസിപ്പ് ഒന്നും ഒട്ടും. ഞാൻ വേണമെങ്കിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കി തരാം. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അല്ല, അത്രയും കൂളാണ് ഞാനിപ്പോ. തൽക്കാലം ഇതെല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് എന്റെ മോൻ ഒന്ന് സ്ഥലം വിട്ട്. പക്ഷെ അന്ന് എന്നെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത്. എന്താ ഇങ്ങനെ പറയുന്ന ഒന്നുമില്ലാത്ത. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ.